പുത്തൻ സിനിമയ്ക്ക് മുൻപേ തന്നെ നടി നയൻതാര തല മൊട്ടയിടിച്ചു എന്നൊരു വാർത്ത ഇന്നലെ മുതൽ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇത് സിനിമയുമായി ബന്ധപ്പെട്ടതല്ല എന്നും മക്കൾ നന്ന ആരോഗ്യവാന്മാരായി ജനിച്ചു കഴിഞ്ഞാൽ ഞാൻ തൻ്റെ തല മുട്ടയടിക്കാം എന്ന് നയൻതാര നേർച്ച നേർന്നിരുന്നതായും പറയുന്നുണ്ട്. അതാണ് ഇപ്പോൾ നയൻതാര ചെയ്തു തീർത്തത്. ഉയരും ഉലകം വന്നതിന് ശേഷം തുടരെ സിനിമകൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ നയൻതാരയുടെ മുടി കണ്ടിന്യൂറ്റിയുടെ ഭാഗമാകും എന്നുള്ളത് കൊണ്ടും അതൊന്നും ബുദ്ധിമുട്ടാകരുത് എന്നുള്ളത് കൊണ്ടും തന്നെയാണ് നയൻതാര ഇതുവരെയും ആ നേർച്ച നടത്താതിരുന്നത്. ഇപ്പോൾ അത് നടത്തുന്നതിലൂടെ തന്നെ സന്തോഷം സോഷ്യൽ മീഡിയയിൽ എല്ലാവരെയും അറിയിക്കുകയാണ്. പ്രേക്ഷകരും അത് അറിയിക്കുന്നുണ്ട്. ഓരോരുത്തരും വളരെയധികം സോഷ്യൽ മീഡിയയിൽ ഈ വാർത്തയെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആരാധകരെല്ലാവരും വളരെയധികം സ്നേഹത്തോടെയാണ് വിളിക്കുന്നതെന്ന് തന്നെ പറയാം. നയൻതാരയ്ക്ക് 2 മക്കളാണ് എന്ന് ജനിച്ചതിനു ശേഷമാണ് പ്രേക്ഷകർ അറിഞ്ഞത്. അതിനു മുൻപ് വരെയും അവരെ ആരോഗ്യത്തോടെ ലഭിക്കാനായി നയൻതാര നേർന്നതാണ് തിരുപ്പതിയിൽ തലമുണ്ടനം ചെയ്യുന്ന കാര്യം. ആ നേർച്ച ഇതുവരെ പൂർത്തീകരിക്കാൻ സാധിക്കാത്തത് ഷൂട്ടിംഗ് തിരക്കുകൾ കാരണം തന്നെയായിരുന്നു. മക്കൾ ഇപ്പോൾ വളർന്നു കഴിഞ്ഞു. അപ്പോഴാണ് ഇത് ചെയ്യാനുള്ള തീരുമാനം ശരിക്കും പറഞ്ഞാൽ നയൻതാര എടുക്കുന്നത്. കന്നഡ താരം യാഷ് നായകനാകുന്ന ടോക്സിക് എന്ന പാൻ ഇന്ത്യൻ ചിത്രത്തിൻ്റെ റിലീസിന് മുന്നോടിയായി ദക്ഷിണേന്ത്യൻ സൂപ്പർ താരമായ നയൻതാര തിരുപ്പതി ക്ഷേത്രത്തിലെത്തി തലമുണ്ഡനം ചെയ്യുന്ന രീതിയിലുള്ള വാർത്തകളും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൻതോതിൽ നടക്കുന്നുണ്ട്. ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തർ പരമ്പരാഗതമായി ചെയ്യാറുള്ള വഴിപാടിൻ്റെ ഭാഗമായി നയൻതാര തൻ്റെ മുടി മുഴുവനായി മുണ്ഡനം ചെയ്തുവെന്ന അടിക്കുറിപ്പുകളോടെ ഇൻസ്റ്റഗ്രാം തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലും എക്സുകളിലും ട്വിറ്ററിലുമൊക്കെ ഷെയർ ചെയ്യപ്പെട്ടു എന്നതാണ് സത്യം. മൊട്ടയടിച്ച രൂപത്തിൽ നയൻതാര നിൽക്കുന്ന ചിത്രങ്ങൾ കണ്ട ആരാധകരും സിനിമാ ലോകവും ഒരുപോലെ ഞെട്ടി എന്ന് തന്നെ പറയാം. അങ്ങനെ അമ്പരന്നുവെങ്കിലും ഇതിൻ്റെ പിന്നിലെ യഥാർത്ഥം മറ്റൊന്നാണ്. പ്രചരിക്കുന്ന ചിത്രങ്ങൾ വ്യാജവും ഡിജിറ്റലാണെന്നും പറയുന്നുണ്ട്. മാറ്റം വരുത്തിയതാണ് എന്നാണ് ഇതിൽ പലതും പറയുന്നത്. നയൻതാരയുടെ തിരുപ്പതി ദർശനം പോലും പുതിയതല്ല എന്നും പഴയതാണെന്നും പറയുന്നുണ്ട്. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഭർത്താവും സംവിധായകനുമായ വിഘ്നേഷ് ശിവനൊപ്പം താരം തിരുമല ദർശനം നടത്തിയ വേളയിൽ പകർത്തിയ യഥാർത്ഥ ചിത്രങ്ങളാണ് നിലവിൽ ദുരുപയോഗം ചെയ്യുന്നത് എന്നതുകൂടി പറയുന്നുണ്ട്. ഓരോരുത്തരും ഈ ഒരു വാർത്തയെപ്പറ്റി സോഷ്യൽ മീഡിയയിൽ വളരെയധികമാണ് ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകരും ഈ ഒരു വാർത്തയെപ്പറ്റി ചോദിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആരാധകരെല്ലാവരും വളരെയധികം തന്നെ ഇതിനെക്കുറിച്ചുള്ള സംസാരവും ഒക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ പറയുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകരെല്ലാവരും തന്നെ ഇതിനെക്കുറിച്ചുള്ള വാർത്തയെല്ലാം ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. മലയാളത്തിലെ തന്നെ പ്രശസ്തമായ മാധ്യമങ്ങളെല്ലാം തന്നെ ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവരും നയൻതാര തല മുണ്ഡനം ചെയ്തു എന്ന രീതിയിൽ തന്നെ പ്രചരിക്കുന്ന ചിത്രങ്ങളോട് വസ്തുതാപരമായ കാര്യങ്ങളൊന്നും പാലിച്ചിട്ടില്ല എന്നുകൂടി പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.